ഇപ്പോൾ മാങ്ങ സീസണല്ലേ, എരിവും പുളിയും മധുരവും കൂടി ചേർന്നിട്ടുള്ളൊരു മാങ്ങ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും അടിപൊളിയാണേ. അതിനായി 2 പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സോസ് പാനിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ മാങ്ങ എടുത്തേക്കുന്നത് അതിൻ്റെ 4/1 ഭാഗം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കും. ഒരു മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കുക. നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം മാങ്ങ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മാങ്ങയും ശർക്കരയുടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. കറി ചെറുതായിട്ടും തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയി കിട്ടും. സ്വാദേറിയ മാങ്ങപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലത്തെ നാടൻ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, എരിവും പുളിയും മധുരവും കൂടി ചേർന്നിട്ടുള്ളൊരു മാങ്ങ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും അടിപൊളിയാണേ. അതിനായി 2 പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സോസ് പാനിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ മാങ്ങ എടുത്തേക്കുന്നത് അതിൻ്റെ 4/1 ഭാഗം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കും. ഒരു മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കുക. നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കരിവേപ്പില ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം മാങ്ങ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മാങ്ങയും ശർക്കരയുടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. കറി ചെറുതായിട്ടും തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയി കിട്ടും. സ്വാദേറിയ മാങ്ങപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുപോലത്തെ നാടൻ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.